പാമ്പിനെ പിടിച്ചോണ്ടിരിക്കുന്ന എന്താണെന്നറിയത്തില്ല കേട്ടോ. ദൈവത്തിനെ കൊണ്ട് ഫോട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലേ നമ്മുടെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ തന്നെ പൈസ കൊടുത്തിട്ട് കയറുന്ന സ്പെഷ്യൽ എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കല്യാണ മണ്ഡപം കണ്ടോ, കൊള്ളാല്ലേ, പഴയൊരു കൊട്ടാരം പോലെ. ടൗണിന്റെ നടുക്ക് നിൽക്കുന്ന ഈ ഒരു ക്ലോക്ക് ടവറിന് ലൈറ്റിംഗ് കൊടുത്തിരുന്നെങ്കിൽ രാത്രി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന ബസ് നമ്മളെ ഇറക്കിയിട്ട് തിരിച്ച് ടൗണിലേക്ക് പോവാം. ATM എന്നൊക്കെ പറഞ്ഞല്ലേ 24 hours വർക്കിംഗ് അല്ലേ. ഇവിടെ എന്ത് പറ്റി, ATM ഒക്കെ കട തുറക്കുന്ന പോലെ രാവിലെ ഒന്ന് തുറക്കുന്നത്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 6:37 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ ടൗണിലോട്ടുള്ള രാവിലത്തെ കാഴ്ച. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ചാമുണ്ഡി ഹിൽസിലേക്കാണേ. അപ്പോൾ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകാനായിട്ട് ഇവിടെ 2 ബസ് സ്റ്റാൻഡുണ്ട്. സിറ്റി ബസ് സ്റ്റാൻഡും ഉണ്ട്, പിന്നെ അല്ലാതെ KSRTC ബസ് സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ചാമുണ്ഡി ഹിൽസിലേക്ക് ബസ് എന്നത്. കുറച്ചുകൂടെ നേരത്തെ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ ലേറ്റ്. 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചേ, 6:30 കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും. അങ്ങ് ഈ കാണുന്നത് കണ്ടോ, നമ്മൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ ആ ഒരു സിൽവർ ജൂബിലി ക്ലോക്ക് ടവർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്ലോക്ക് ടവറാണ് അത്. പക്ഷെ രാത്രി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ലൈറ്റിംഗ് കൊടുക്കാത്തതാണോ അതോ ഇനി സീസൺ ആകാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ടൗണിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ ഒരു ക്ലോക്ക് ടവറിന് ലൈറ്റിംഗ് കൊടുത്തിരുന്നെങ്കിൽ രാത്രി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നമ്മൾ ഇന്നലെ പോയ പാലസിൻ്റെ കാഴ്ചകളൊക്കെയാണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ചാമുണ്ഡി ഹിൽസിലേക്കുള്ള ബസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ചാമുണ്ഡി ഹിൽസിലേക്കുള്ള ബസ് ഉള്ളത്. അപ്പം നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം കേട്ടോ. ആ പാലസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സിറ്റി ബസ് സ്റ്റാൻഡുള്ളത്. അപ്പോൾ നോക്കി ഇന്നലെയൊക്കെ എന്ത് തിരക്ക് പിടിച്ച റോഡായിരുന്നത്. ഇന്ന് പക്ക സൈലൻ്റ് ആയിട്ട് കിടക്കുന്നത്. കുറേ പ്രാവ് കിടക്കുന്നുണ്ട് കേട്ടോ അതേ മുകളിൽ കഴിഞ്ഞ്. കാണാവോ, പ്രാവാണോ മറ്റേ കിളിയാന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഇവിടെ ഒരു ചായക്കട കണ്ടോ. വെളുപ്പിനെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കുറേ കട തപ്പി. ലാസ്റ്റ് പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് പോയിട്ടാണ് പിന്നെ ചായ കുടിച്ചത് കേട്ടോ. നമ്മുടെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ മുക്കിലും മൂലയിലും ചായക്കട കാണും. പിന്നെ തമിഴ്നാടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഫുട്പാത്തിൽ കയറി പോകാല്ലേ. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ ഇഷ്ടം പോലെ ചായക്കടയാണ്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിട്ട് കുറവാണ്. ഒന്നെങ്കിൽ ആൾക്കാർ എണീറ്റ് വരുന്ന ടൈം ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചായ കൂടി കുറവായിരിക്കും. പിന്നെ നമ്മളെ പോലെ റെഡി ആയിട്ട് അപ്പം തന്നെ എടുത്ത് തരുന്ന ചായയല്ല, ഇവർ റെഡിമെയ്ഡായിട്ട് ഫ്ലാസ്കിൽ കൊണ്ടുവരുന്ന ചായ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചായക്ക്. ഈ സമയത്തൊക്കെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. നമ്മൾ ഇന്നലെയൊക്കെ പകൽ സമയങ്ങളിൽ ഇതിലേക്ക് കഴിഞ്ഞൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. ഇതിനകത്ത് കാണുന്നത് പാർക്കാണ് കേട്ടോ. കർസോൺ പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇവിടെ പിന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അങ്ങനെ ടൈം കാര്യങ്ങളൊന്നുമില്ല. 24 hours ഓപ്പണാണ്. രാവിലെ ആൾക്കാർക്ക് ജോഗിങ്ങിനും പിന്നെ വൈകിട്ട് ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. 24 hours ഓപ്പണാണ്. അപ്പോൾ കർസോൺ പാർക്ക് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ആ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് സിറ്റി ബസ് സ്റ്റാൻഡുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വഴി ചോദിച്ച്, ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന വഴി ചോദിച്ചപ്പോഴത്തേക്കും ബേട്ടാന്നാണ് അവർ ചോദിച്ചത്. ബേട്ടാന്ന് വെച്ചാൽ കുന്ന്, മലയുടെ മുകളിൽ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടുന്ന സ്ഥലമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ബേട്ടാന്ന് വെച്ചാൽ കുന്നാന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചാമുണ്ഡി ബേട്ടയിലോട്ടുള്ള ബസ് ഇറക്കാം. അപ്പോൾ നമ്മളങ്ങനെ സിറ്റി ബസ് സ്റ്റാൻഡ് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സിറ്റി ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇന്ന് നോക്കി വെളുപ്പിനായപ്പോഴത്തേക്കും ഒരു തിരക്കും ഇല്ല. ബേട്ടാന്ന് വെച്ചല്ലേ കന്നഡയിൽ കുന്നാന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാനിവിടെ ചാമുണ്ഡി ബേട്ട ബസ് കിതറ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് കന്നഡയിലാണ് കേട്ടോ ബാക്കിയുള്ള വഴികളെല്ലാം പറഞ്ഞു തന്നെ. പിന്നെ ഞാനവിടെ വണ്ടറടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു നേരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാതെ ആവശ്യമില്ലാതെ കന്നഡ പറഞ്ഞ് പണി മേടിച്ച്. ഇതുണ്ട് അതെ ചാമുണ്ഡി ഹിൽസ് സൂ ജോക്കി ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് 201 100 എന്ന കോഡുള്ള ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ബസ് 307. അപ്പോൾ നമുക്ക് എന്തായാലും ആ നമ്പറിലെ ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പോകാനുള്ള ബസ് ഇപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 60 രൂപയുടെ പാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡെയിലി പാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഇന്ന് ഫുള്ള് ഈ ഒരു 60 രൂപയുടെ പാസ്സിൽ നമുക്ക് ലോക്കൽ ഫുള്ള് യാത്ര ചെയ്യാനായിട്ട് വരുവേ. അപ്പോൾ അതേ 7 മണിയായപ്പോഴത്തേക്കും ഹിൽസിലേക്കുള്ള നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. എന്നിട്ട് അതെ പകുതി ഡോർ അടച്ചു കേട്ടോ. പകുതി ഡോർ അടഞ്ഞിട്ടില്ല. ഓട്ടോമാറ്റിക്കലി എന്തോ കംപ്ലൈൻ്റ് അത്.
കാഴ്ചകൾ കാണിക്കാൻ നോക്കിയപ്പോഴേ ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുക കേട്ടോ. തണുപ്പായതുകൊണ്ട് ആൾക്കാരെല്ലാം ഗ്ലാസ്സൊക്കെ ഇട്ടിരിക്കുക. ആ ഗ്ലാസ്സിലാണെങ്കിൽ തന്നെ ഭയങ്കര അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. വെളിയിലോട്ടുള്ള കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് കാണാനായിട്ടും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മലയുടെ മുകളിൽ ചെന്നിട്ട് കാണാവേ. നമ്മളങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ആകട്ടെ ഇത്. ആ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ വരുന്നതുകൊണ്ട് നമുക്ക് ടോളൊന്നും എടുക്കണ്ട. അല്ലാതെ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ വരുന്നതാണെങ്കിൽ നമ്മുടെ സ്വന്തം കാറിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ടോൾ എടുത്തതിന് ശേഷം വേണം അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ സമയം ഇപ്പോൾ 7:23 കേട്ടോ. അപ്പോൾ അരമണിക്കൂർ എടുത്തില്ല നമുക്ക് ഈ ഒരു 13 കിലോമീറ്റർ മുകളിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ വന്ന ബസ്സാകട്ടെ ഈ കാണുന്നത്. അപ്പോൾ ഓരോ 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. നമ്മൾ നിന്ന സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് 5:30 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് രാത്രി 9 മണിയാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ബസ് തിരിച്ച് താഴേക്കും പോകും, അതായത് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക്. അതാണ് ബസ്സിൻ്റെ ടൈമിങ് വരുന്നത്. നമ്മളെ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ വരുന്ന പോലെ കേട്ടോ. നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മുടെ സൂര്യൻ ചേട്ടൻ പതുക്കെ ഉദിച്ചുയർന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്ന ബസ് നമ്മളെ ഇറക്കിയിട്ട് തിരിച്ച് ടൗണിലേക്ക് പോവാം. അപ്പോൾ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് മുകളിലോട്ട് കയറി പോവാം. പിന്നെ ഈ ഒരു വഴി കഴിഞ്ഞ് മുകളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും മെയിൻ എൻട്രൻസ് വഴി പോകാം കേട്ടോ. നമ്മൾ ഈ പ്രൈവറ്റ് വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ, ബസ്സിലൊക്കെ വരുവാണെങ്കിൽ ആ താഴെ നമ്മൾ നേരത്തെ കാണിച്ചില്ല ടോൾ എടുക്കുന്ന സ്ഥലം, അവിടെ ബസ് ഇട്ടിട്ട് വേണം മുകളിലോട്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബസ്സിൽ വന്നതുകൊണ്ട് അവിടെ വരെ ബസ് വന്നു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ നടന്നു പോവുക കേട്ടോ. ഇത് കണ്ടത് ഇവിടെ ഒരു പ്രതിമ ഇരിക്കുന്നത്, പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാണെന്നറിയത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ കൊണ്ട് ഫോട്ടോ. അപ്പോൾ അവിടെ നിന്നത് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്ന നോക്കി. ഇതങ്ങാണ്ട് ഒരു ബസ്സിനകത്ത് വന്ന ആൾക്കാരാന്ന് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കൊള്ളാമല്ലേ സംഭവം. ഇവിടെ നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ദൈവത്തിൻ്റെ പ്രതിമയും കണ്ട. അപ്പോഴേ നമ്മൾ ഈ കണ്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹിഷാസുരനാണ് കേട്ടോ. ഇതേ ഒരു കേരള വണ്ടി പോകുന്നു, KL 38. അത് എവിടുത്താണെന്ന് ബോർഡൊന്നുമില്ല. അപ്പോൾ ഇത് മഹിഷാസുരനാണ് കേട്ടോ. മഹിഷാസുരൻ്റെ മുമ്പിൽ നിന്നാണ് ഈ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തത്. എന്തായാലും അടുത്ത് നിന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഇതുണ്ട്, പാമ്പിനെയും വാളും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹിഷാസുരൻ്റെ ഒരു പ്രതിമയാണിത്. ഞാൻ ആദ്യം കരുതിയ വേറെ ഏതോ രാക്ഷസനാണ്, പക്ഷെ സംഭവം മഹിഷാസുരൻ തന്നെ കേട്ടോ. എന്തായാലും രാക്ഷസൻ തന്നെയാണല്ലോ. ഇവിടെ പിന്നെ രാവിലെ കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ. ചായ അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ള കച്ചവടങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ ഒരു വഴിയാട്ടോ. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ ദേവസ്ഥാനം പോകുന്ന ഇതറിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ ഒരു വഴി നമുക്ക് പോവാം. ഒരുപാട് ആൾക്കാർ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അതിന് എല്ലാവരും തണുത്ത് വിറച്ചാണ് കേട്ടോ വരുന്നത്. മലയാളികളാണെന്ന് തോന്നേ. അവർ മലയാളം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ ഈ വേറൊരു നാട്ടിൽ ചെന്ന് മലയാളികളെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു സന്തോഷം വരത്തില്ലേ. അതാണ് സംഭവം. ഇന്നിപ്പോഴേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കേട്ടോ. ശനി ഞായറൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കിവിടെ കാണാമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ ബിൽഡിങ്ങുകൾ, അതായത് മൈസൂരിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലുള്ള കൊട്ടാരം പോലൊക്കെ തോന്നിക്കുന്നു. എനിക്ക് തോന്നുന്നു പഴയ രാജഭരണ സമയത്തുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. ഇതിപ്പോൾ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ശ്രീ ചാമുണ്ടേശ്വരി ദശോഭ ഭവൻ ആൻഡ് മാരേജ് ഹാൾ. ഓക്കെ ഓക്കെ, കല്യാണ മണ്ഡപം കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടുത്തെ കല്യാണ മണ്ഡപം കണ്ടോ, കൊള്ളാം അല്ലേ. പഴയൊരു കൊട്ടാരം പോലെ. നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് തിരക്കും കച്ചവടങ്ങളും ഒക്കെയാണേ. ഈ കച്ചവടങ്ങളൊക്കെ നമ്മൾ പതിവ് ക്ഷേത്രങ്ങളിലേക്ക് കാണുന്ന പോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കുറേ കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ ഇവിടെ. ഇതുണ്ട്, അതേ പൂ വേണോ അങ്ങനെ മാല വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ക്യാൻവാസ് ചെയ്യുന്നുണ്ടോ ഈ പോകുന്ന ഭക്തരെ. ഇത് അകത്തോട്ട് പോകുന്ന വഴി ഏതാണെന്ന് നോക്കണം ഇനി. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ക്ഷേത്രം. ഇതുണ്ടതേ ആൾക്കാരൊക്കെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതുണ്ട്, ഈ ഭാഗത്തുമൊക്കെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കാണാം. ഇത് ചരടൊക്കെ വിൽക്കുന്ന കടകളാണ് ഇതേ. അങ്ങനെ ഫൈനലി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, വലിയ ഗോപുരമൊക്കെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടേ.
അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞാട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ക്ഷേത്രത്തിന് പരിസരത്തുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇതേ നോക്കിയാൽ നല്ല തിരക്കായി കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇത് ചരടൊക്കെ വിൽക്കുന്ന കടകളാണ്. ഈ ഒരു ക്ഷേത്രത്തിലേ നമ്മുടെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ തന്നെ പൈസ കൊടുത്തിട്ട് കയറുന്ന സ്പെഷ്യൽ എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 100 രൂപയുടെയും പിന്നെ 50 രൂപയുടെയും പിന്നെ ഫ്രീ ആയിട്ട് ദർശനം, അങ്ങനെയുള്ള ഒരുപാട് കൗണ്ടറുകളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റി. അപ്പോൾ എന്തുമല്ല ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള വേർതിരിവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇത് കണ്ടോ, അതേ 30 രൂപയുടെ ദർശനത്തിൻ്റെ കൗണ്ടറായത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്തുമല്ല ഈ കാണിക്കുന്നത്, ഈ പൈസ കൊടുത്തിട്ട് സ്പെഷ്യൽ ദർശനവും VIP ദർശനവും, അതിലൊന്നും നമ്മൾ യോജിക്കുന്നില്ല. ഫ്രീ ദർശനം എന്നും പറഞ്ഞിട്ട് വെച്ചിരുന്നിടത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിരിക്കുക കേട്ടോ. ഇപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ ബാക്ക് സൈഡ്. അപ്പോൾ ഞാൻ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അതാണ് ക്ഷേത്രം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇവിടെ വ്യൂ പോയിൻ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ വ്യൂ പോയിൻറ്റിൻ്റെ ബാക്ക് സൈഡാണെന്ന് പറഞ്ഞ്. ഇതുണ്ടോ, ഇവിടെ കുറേ വീടുകളും ആ ദൂരെ കാണുന്നുണ്ടോ, അതാണ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് വ്യൂ പോയിൻ്റ് എന്തായാലും കാണാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന വഴിയിൽ നിർത്തിയിട്ട് വ്യൂ പോയിൻ്റ് കാണണം. അപ്പോഴേ ഞാൻ ബസ്സിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് വ്യൂ പോയിൻ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോഴേ നമ്മളിങ്ങോട്ട് വന്ന ബസ്സില്ലേ, അതുപോലത്തെ സിറ്റി ബസ്സിൽ കയറിക്കൊണ്ട് നേരെ വ്യൂ പോയിന്റിൽ ഇറങ്ങും. വ്യൂ പോയിന്റിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളായിരിക്കും നമ്മളിനി കാണിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് നേരെ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടതേ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ അത് കിഴക്ക് സൈഡാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് മലയാളി പിള്ളേരാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ടൂർ വന്നതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഇവിടെ. ഓരോ സെക്ഷനായിട്ടാട്ടോ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗം കേട്ടോ. ഇവിടെയും കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നന്ദിനി എന്നും പറഞ്ഞിട്ട് ഷോപ്പ് കാണാം. നമ്മുടെ നാട്ടിലെ മിൽമ പോലെയാണ് കേട്ടോ ഇവിടുത്തെ നന്ദിനി. അത് കഴിഞ്ഞ നന്ദി ഹിൽസ് വീഡിയോസിൽ എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിൽമയിൽ ക്വാളിറ്റി ഉണ്ട് നന്ദിനിക്ക് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് താഴെ ചെന്നിട്ട് കഴിക്കാം അല്ലേ. ഞാൻ നന്ദിനി അവിടെ നിന്നൊരു ചായ കുടിച്ചേട്ടാ. ചായ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടുത്തെ എല്ലാ ചായയും ഫ്ലാസ്ക് ചായ. അപ്പോൾ ഒരു ചായക്ക് 14 രൂപയാണേ. പിന്നെ ഇവിടുത്തെ ഒരു വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അതെ കുക്കീസ്. ഇതിന് 6 രൂപ കേട്ടോ ഒരു പാക്കറ്റിന്. അതായത് 2 കുക്കീസ് ഉണ്ട് ഒരു പാക്കറ്റിൽ. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ചായ കുടിച്ചപ്പോഴത്തേക്ക് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. പിന്നെ അതേ 2 പാക്കറ്റ് വേറെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരെ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് വ്യൂ പോയിൻ്റ് അങ്ങോട്ടേക്കുള്ള ബസ്സിൽ കയറാം. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ നേരെ താഴോട്ടുള്ള ബസ്സിൽ കയറിയിട്ട് നമുക്ക് വ്യൂ പോയിൻ്റ് അവിടെ ഇറങ്ങാം. ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. രാവിലെ 7:30 തൊട്ട് 10 മണി വരെയും ഉച്ചയ്ക്ക് 12 തൊട്ട് വൈകിട്ട് 3:30 വരെയാണ് അന്നദാനമുള്ളത്. അപ്പോൾ അന്നദാനത്തിൻ്റെ ക്യൂ ആട്ടോ ഇത്. ചെരുപ്പൊക്കെ വെളിയിലിട്ടതിന് ശേഷം വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാനെന്തായാലും അന്നദാനം കഴിക്കാൻ നിൽക്കുന്നില്ല, കാരണം നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ ടൈമിംഗ് ഒക്കെ തെറ്റും. അതുകൊണ്ട് നമുക്ക് നേരെ താഴേക്ക് പോവാം. ഇവിടെ ATM ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ തുറക്കുന്നേ ഉള്ളേ. യൂണിയൻ ബാങ്കിൻ്റെ ATM എന്നൊക്കെ പറഞ്ഞല്ലേ 24 hours വർക്കിംഗ് അല്ലേ. ഇവിടെ എന്ത് പറ്റി ATM ഒക്കെ കട തുറക്കുന്ന പോലെ രാവിലെ ഒന്നും തുറക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചായയും വെള്ളമൊക്കെ വയ്ക്കുന്ന കടകൾ. എല്ലാം പതുക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഞാനാണെങ്കിലേ രാവിലെ 6 മണിയായപ്പോൾ കുളിച്ചായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ കുളിച്ചുകൊണ്ടായിരിക്കും ഈ തണുപ്പൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത. ആൾക്കാരൊക്കെ സ്വെറ്ററും ജാക്കറ്റും എല്ലാം ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോഴേ ഈ കാണുന്നതാണ് ചാമുണ്ഡി ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് വ്യൂ പോയിന്റിലേക്കുള്ള ബസ് പിടിക്കാം. അപ്പോൾ അതേ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. സിറ്റി സർവീസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ സിറ്റി ബസ്സിൽ കയറി നമുക്ക് എന്തായാലും നേരെ വ്യൂ പോയിന്റിൽ ഇറങ്ങാം. ഇതാണ് നമുക്ക് വന്ന ശരിക്കും ബസ് കേട്ടോ. മറ്റേ ബസ് നമ്മളെ പറ്റിച്ച് 8:45 പോകത്തുള്ളൂ. അപ്പോഴേ ആൾക്കാരൊക്കെ കയറട്ടെ. നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ മാറിയിട്ടുള്ള വ്യൂ പോയിന്റ് അടുത്തല്ല ഇറങ്ങണ്ടേ.
അപ്പോൾ അതെ ഇവിടെ വ്യൂ പോയിന്റ് അടുത്ത് ഞാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ അടുത്ത് രാവിലെ പോകുന്നത് കൊണ്ട് ഈ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് ആൾ കുറവാണ് കേട്ടോ. രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മൈസൂർ കാണാൻ പറ്റും. ആ ഒരു വ്യൂ പോയിന്റ് ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോഴേ ആ കാണുന്നതൊക്കെ മൈസൂരാട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് മഞ്ഞളുണ്ട്, വിസിബിലിറ്റി കുറവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ കാണുന്നതൊക്കെ മൈസൂർ ടൗണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കാണുന്നത് മൈസൂർ പാലസ് ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കൊട്ടാരത്തിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സമയത്ത് തിരക്കില്ലാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ പോയ ആൾക്കാരെല്ലാം തിരിച്ചിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. പിന്നെ ഇവിടുത്തെ വഴിയോര കച്ചവടങ്ങളൊക്കെ ഓപ്പൺ ആവുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇതെന്ന് വെച്ചാൽ ബൈനക്കുലർ കഴിഞ്ഞ് നമുക്ക് മൈസൂർ കാണാം കേട്ടോ. 20 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്തായാലും. കണ്ടത് 20 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് അല്ലേ. അപ്പോൾ നമ്മുടെ ബൈനക്കുലർ ടൈമിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. കാരണം വെറും 80 സെക്കൻഡ് കൊണ്ട് നമ്മുടെ വിഷ്വൽ ബ്ലറാകും കേട്ടോ. അതായത് ഒരു 70 സെക്കൻഡൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്വൽസ് ബ്ലറായി തുടങ്ങും. അങ്ങനെ കറക്റ്റ് 80 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഫുള്ള് കട്ട് ഓഫ് ആവും. പിന്നെ രണ്ടാമത് നമ്മൾ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവരത് ഓപ്പൺ ആക്കത്തുള്ളൂ. ഓപ്പൺ ആക്കിയാൽ പിന്നെയും 80 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും സംഭവം പിന്നെയും ക്ലോസ് ആകും. അപ്പോൾ ഇവിടെ വരുന്നവർ ബൈനക്കുലർ നോക്കാനായിട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കരുത്. 80 സെക്കൻഡ് അത് തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ അത് ഓർക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ചാമുണ്ഡി ഹിൽസിൻ്റെയും ഇവിടുത്തെ വ്യൂ പോയിൻ്റെയും കാഴ്ചകൾ കഴിഞ്ഞപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ അടുത്ത ടൗൺ ബസ്സിൽ പിടിക്കണം. ടൗൺ ബസ്സിൽ കയറി ടൗണിൽ ചെല്ലണം. എന്നിട്ട് വേണം ബാക്കി കാഴ്ചകൾ കാണാൻ. കാരണം നമ്മൾ ഇന്നലെ പാലസ് കണ്ടു, സൂ കണ്ടു, ഇന്ന് ചാമുണ്ടേശ്വരി ടെമ്പിൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ, സെൻറ്റ് ഫിലോമിനൻസ് ചർച്ച് ഉണ്ട്, പിന്നെ കുറേ വാക്സ് മ്യൂസിയം, വിൻറ്റേജ് കാർ മ്യൂസിയം, അങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. എവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാം. ബസ് വെയിറ്റ് ചെയ്യാൻ നേരെ ടൗണിൽ ചെല്ലട്ടെ. എന്നിട്ട് ബാക്കി കാഴ്ചകൾ അവിടെ വെച്ച് കാണാം. നമ്മൾ രാവിലെ ചാമുണ്ഡി ഹിൽസിൽ നിന്ന് നേരെ ടൗൺ ബസ് സ്റ്റാൻഡിലേക്കാണ് വന്നത്. ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോകുന്നത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ് കേട്ടോ. ആ കാണുന്നതാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാലേ, ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് 215 എന്ന ബസ് നമ്പറിൽ നമ്മൾ കയറിയിട്ട് 5 ലൈറ്റ് സർക്കിൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇറങ്ങിയത്. അവിടുന്ന് ജസ്റ്റ് 600 മീറ്ററേ ഉള്ളൂ ഈ ഒരു സെൻറ്റ് ഫിലോമിനാസ് കാത്തഡ്രലിലേക്ക്. അപ്പോൾ ഇവിടെ കിടക്കുന്ന കംപ്ലീറ്റ് കേരള ബസ്സാണ് കേട്ടോ. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കാരണം കംപ്ലീറ്റ് വെള്ള ബസ്സാണ്. അപ്പോൾ ഇതാ കേട്ടോ പള്ളി. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇനി പള്ളിയിലേക്കുള്ള എൻട്രൻസ് എവിടെ നോക്കണം. ഇനി എൻട്രൻസ് ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല. അങ്ങനെ നമ്മൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൻ്റെ അകത്തേക്ക് കിടക്കുക കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോഴീ ടൂറിസ്റ്റ് സീസണൊക്കെ അല്ലേ, പുറത്ത് ഇഷ്ടം പോലെ ബസ് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കൂടുതലും ഈ മലയാളി കുട്ടികളൊക്കെ തന്നെ കേട്ടോ, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെയാണ് ടൂർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ഉള്ള ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പള്ളിയുടെ കാഴ്ചകൾ കാണാം. 1936 മഹാരാജ കൃഷ്ണരാജ വാദിയാർ 4ാമന്റെ ഭരണകാലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഇത്. നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത്. ലാറ്റിൻ കാത്തലിക് സെയിൻ ആയിട്ടുള്ള സെയിന്റ് ഫിലോമിനയുടെ പേരിലാണ് പള്ളി പണിതിരിക്കുന്നത്. ജർമ്മൻ ആർക്കിടെക്ട് നിർമ്മിച്ചതുകൊണ്ട് ശരിക്കും നമ്മൾ നോക്കുമ്പോഴേ വിദേശത്തുള്ളൊരു പള്ളി പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു പള്ളിയെ സെയിന്റ് ജോസഫ് കാത്തഡ്രൽ എന്നും അറിയപ്പെടുന്നുണ്ടേ. അപ്പോൾ ഈ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടേ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് എന്തായാലും നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വെളിയിലുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇത് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇരിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെറ്റ് ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ അത് ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ 2025 നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ആ കാര്യം ഞാൻ മുമ്പേ പറയാനായിട്ട് വിട്ടു കേട്ടോ. ഈ പള്ളിയുടെ ഇപ്പുറത്തായിട്ടേ ഒരു ചെറിയ ഗുഹ പോലൊക്കെ ഒരു ചെറിയ പള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മസിൻ്റെ ആർച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതും ഒരു പള്ളിയാട്ടോ. ചെറിയൊരെന്തോ പ്രാർത്ഥനാലയം പോലെ സംഭവമാണ്. അപ്പോൾ അവിടെ മൊബൈൽ ക്യാമറ ഒന്നും അകത്തോട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറണ്ട. അത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാട്ടോ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, പുൽക്കൂട് കാര്യങ്ങളൊക്കെ. ഇവിടെ കണ്ടോ, അതേ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ പുൽക്കൂട് കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാമല്ലേ. രാത്രിയൊക്കെ ആയിരുന്നെങ്കിൽ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പുറത്തെ ഭാഗത്തെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ നോക്കിയതേ
സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. പിന്നെ അവിടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെന്തോ ഉള്ളത്, ഇപ്പുറത്തും ചർച്ചിൻ്റെ ഭാഗമായിട്ട് എന്തോ സംഭവങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ അകത്തെ കാഴ്ചകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ അണ്ടർഗ്രൗണ്ട് വഴിയാണ് നമ്മൾ ഇവിടുന്ന് വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുക കേട്ടോ. അപ്പോൾ മൈസൂരിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പോൾ നമ്മുടെ മൈസൂരിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.